പാതിരാത്രിയിൽ എഴുന്നേറ്റ് ഒരു ഭർത്താവ് കരയുന്നു, പിന്നിൽ ഭാര്യ ചെന്നിരുന്നു, ഒപ്പം കരയുന്നു. ഭർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുക, നീ എന്തിനാ കരയുന്നത്? അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനാണോ കരയുന്നത്, അതിന് ഞാനും കരയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു കരച്ചിൽ ശബ്ദം മുഴങ്ങിക്കേട്ടാൽ എന്തുകൊണ്ട് കരഞ്ഞു എന്ന് അന്വേഷിച്ചു നോക്കൂ. മോളെ കെട്ടിക്കാൻ കുറച്ച് നാളായി ഞങ്ങൾ കറങ്ങി നടക്കുന്നു, ഒരു നല്ല പുതിയാപ്പിളെ കിട്ടിയില്ല. പുര വെക്കാൻ ഞങ്ങൾ കുറെ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് പുരയെടുക്കാൻ തൗഫീഖ് കിട്ടിയില്ല. 32 വർഷമായി ഇപ്പോഴും ഞങ്ങൾ വാടക വിട്ട് താമസിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ പലപ്പോഴും ഭാര്യയും ഭർത്താവും കരയുന്നത്. ഭാര്യയുടെ കരച്ചിലിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്തിനാണോ കരയുന്നത്, അതിനാണ് ഞാനും കരയുന്നത് എന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നാളെ പരലോകത്ത് ആരോരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു മലയിടുക്ക് കടന്നു പോകണം. ആ മലയിടുക്ക് കടന്നു പോകുമ്പോൾ എന്നെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവുകയില്ല. അന്ന് അക്കരെ കടക്കുമോ ഇല്ലേ എന്ന വെപ്രാളത്തിലാണ് ഞാൻ കരയുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ പുരുഷനും, ഓരോ സ്ത്രീയും, ഓരോ ഭർത്താവും, ഓരോ ഭാര്യയും, ഓരോ ഉമ്മയും, ഓരോ വാപ്പയും ഇപ്രകാരം ഹൃദയത്തെ സ്വാധീനിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങളിലൂടെ, വരികളിലൂടെ, അത് നയിക്കുന്ന മാർഗത്തിലൂടെ നടക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നല്ല വ്യക്തികളുണ്ടാകും, നല്ല കുടുംബങ്ങളുണ്ടാകും, നല്ല ഉമ്മമാരും നല്ല ഉപ്പമാരും ഉണ്ടാകും, നല്ല ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടാകും, നല്ല മക്കളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലൊക്കെ മരണം വരെയും പരിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റാൻ, ഖുർആനിനെ ഉയർത്തിപ്പിടിക്കാൻ, അതിൻ്റെ സന്ദേശത്തെ സമൂഹത്തിന് സമ്മാനിക്കാൻ, അതിനനുസൃതമായ നിലയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, കരുപിടിപ്പിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇരുന്ന നമ്മളെല്ലാവരെയും അള്ളാഹു ഖുർആനിൻ്റെ ആളുകളായി, ഖുർആനിൻ്റെ അഹ്ലുകാരായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ എവിടെ എൻ്റെ അഹ്ലുകാരെന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ആ അഹ്ലുകാർ ആരാണെന്ന് അത്ഭുതത്തോടെ മലക്കുകൾ പറയുമ്പോൾ അത് എൻ്റെ ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറയും. ആ കൂട്ടത്തിൽ നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.